ഒരു കറി മനോഹരമാകുവാൻ വേണ്ടി അതിലേക്ക് കുറേ രുചിക്കൂട്ടുകൾ നമ്മൾ കൂട്ടുന്നത് പോലെ നമ്മുടെ വാക്കുകളിലേക്കും പ്രവർത്തികളിലേക്കും ചില രുചിക്കൂട്ടുകൾ നമ്മൾ കൂട്ടും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എളിമയോടുകൂടി സംസാരിക്കുക എന്ന് പറയുക. എളിമയോടുകൂടി നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളിലെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എഫെസോസിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്കായി ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ല ഒരാഴ്ച നേരുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും പ്രത്യേകമായ ദൈവവചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. ഞാനൊരു സ്ഥാപനത്തിലായിരുന്നപ്പോൾ ഒരു ദിവസം ആ സ്ഥാപനത്തിലേക്ക് ഒരാൾ കയറി വന്നു. ആ സ്ഥാപനത്തിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിനെ അന്വേഷിച്ചു. അപ്പോൾ അവരുടെ സ്റ്റാഫ് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആ സ്റ്റാഫ് അയാളോട് കുറച്ച് കടങ്ങളൊക്കെ മേടിച്ച ഒരു സംഭവമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അന്വേഷിച്ചു എന്ന വ്യക്തി എന്ത് ചെയ്തു? ആ സ്ഥാപനത്തിലുള്ള എല്ലാവരെയും ചീത്ത വാക്കുകൾ പറയാൻ വേണ്ടിയും ദേഷ്യപ്പെടുവാനും വേണ്ടിയൊക്കെ തുടങ്ങി. ഇതൊന്നും അറിയാത്ത ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞു, അയാളൊന്ന് ശാന്തമായി. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ആ സ്ഥാപനത്തിലുള്ളവർ വന്ന ഒരു മാപ്പ് പറഞ്ഞു. ക്ഷമിക്കണം, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, എങ്ങനെ സംസാരിക്കേണ്ടെന്ന് അറിയത്തില്ല, എല്ലാവരോടും ദേഷ്യപ്പെടും, വീട്ടിലിങ്ങനെ തന്നെയാണ്, ഒരു 10-35 വർഷമായി ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളോട്, മക്കളോട്, മാതാപിതാക്കന്മാരോട് എന്തു വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ കുടുംബത്തിലെ പെരുമാറ്റ രീതികൾ മാറാൻ വേണ്ടി തുടങ്ങി. നമ്മൾ കുടുംബങ്ങളിൽ ആരോട് എന്തു വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാമെന്ന് പറയുന്ന ഒരു രീതി പതുക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരാൻ തുടങ്ങി. ഇത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ, സ്നേഹബന്ധത്തെ പതുക്കെ ആട്ടി ഉലയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഒരു കടലിലൂടെ പോകുന്ന തോണി പോലെ ഈ ആടി ഉലയുന്നത് പോലെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങി. സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളും നമ്മൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ടേക്ക്, റീടേക്ക് ആൻഡ് എഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ഇപ്പം നമ്മൾ പുതിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? പുതിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഏറ്റവും നല്ല സൂപ്പർ സ്റ്റാറായിട്ടുള്ള നടൻ ഒരു രംഗത്തിൽ അഭിനയിക്കുമ്പോൾ അതിന് സംവിധായകൻ കട്ടെന്ന് പറയും. എന്നിട്ട് പറയും, സാറേ നിങ്ങളെടുത്ത ആ സീനുണ്ടല്ലോ, നമുക്ക് ഒന്നും കൂടി എടുക്കാം, അല്ല വേറെ രീതിയിലൊന്ന് അഭിനയിക്കാവോ എന്ന് ചോദിക്കും. അപ്പം നടൻ പറയും, അഭിനയിക്കാം, കുഴപ്പമില്ല. ചില സിനിമകളെക്കുറിച്ച് അവർ റിവ്യൂ പറയുമ്പോൾ അവർ പറയാറുണ്ട്, ആ ടേക്ക് ഞങ്ങൾ ഒരു 20 പ്രാവശ്യം എടുത്തുന്നു. ഒരു നല്ല നടൻ ചില സന്ദർഭങ്ങളിൽ എങ്ങനെ അഭിനയിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം എടുക്കുന്നു, വീണ്ടും എടുക്കുന്നു, കുറച്ചുകൂടി മാറ്റം വരുത്തുന്നു, വീണ്ടും എടുക്കുന്നു, മാറ്റങ്ങൾ വരുത്തുന്നു, അങ്ങനെ അത് പെർഫെക്ഷനിലേക്ക് എത്തുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും ചില സംഭവങ്ങളിൽ നടക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് ചിലപ്പോൾ നമുക്ക് അറിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സംഭവങ്ങളിലേക്ക് പോയി എങ്ങനെ വീണ്ടും ആ സംഭവങ്ങളെ, ആ രംഗങ്ങളെ മനോഹരമാക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലൊരമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിൽ 2 ആമക്കളുണ്ടായിരുന്നു. 2 പേരും കലശലായ അടി കേട്ടിട്ടാണ്, വഴക്ക് പറയുന്ന കേട്ടിട്ടാണ് ഈ അമ്മ വീട്ടിലേക്ക് കയറി വന്നത്. അമ്മ നോക്കുമ്പോൾ ആ മക്കൾ 2 പേരും വഴക്കിലാണ്. അമ്മ പെട്ടെന്ന് തന്നെ അവരെ ശാന്തരാക്കി റൂമുകളിലേക്ക് വിട്ടു. വൈകുന്നേരം പ്രാർത്ഥനയും അത്താഴമൊക്കെ കഴിഞ്ഞ് അമ്മ അവരെ വിളിച്ചു.
എന്താ സംഭവിച്ചത്? ഇന്ന് ഞാൻ വന്നപ്പോൾ നിങ്ങൾ വഴക്കായിരുന്നല്ലോ. അപ്പം അമ്മ പറഞ്ഞു, അപ്പോൾ ഈ മക്കൾ പറഞ്ഞു, അമ്മ എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയായിരുന്നു, അതെൻ്റെ അനിയൻ തട്ടിപ്പറിച്ചു. അപ്പോൾ ഞാൻ അവനെ ഉന്തി, അപ്പോൾ അവൻ എന്നെ ചീത്ത വാക്കുകൾ വിളിച്ചു, അങ്ങനെ ഞങ്ങൾ അടിയായി. അമ്മ പറഞ്ഞു, എങ്കിൽ പിന്നെ ആ സംഭവം നമുക്കൊന്നും കൂടി എടുത്താലോ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല, കാണട്ടെ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഒന്നും കൂടി എടുപ്പിച്ചു. അപ്പോൾ എടുപ്പിച്ച് മൂത്ത മകൻ ചോക്ലേറ്റ് തിന്നാനെടുത്തപ്പോൾ ഇളയ മകൻ തട്ടിപ്പറിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, മകനെ അവിടെ നിർത്ത്. അവനോട് ചോദിച്ചു, ഈ തട്ടിപ്പറിക്കുന്നതിനെക്കാട്ടും വേറെ രീതി നിനക്ക് പെരുമാറാൻ വേണ്ടി പറ്റുമോ എന്ന് ആ രംഗത്തിൽ അവൻ ചോദിച്ചു. ആ അമ്മ ചോദിച്ചപ്പോൾ ഇളയ മകൻ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇത് തരാൻ പറ്റുമോ. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്കിൽ നീ ചോദിച്ചു നോക്ക്, എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇളയ മകൻ ചോദിച്ചു നോക്കി. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനെ തള്ളാനിരുന്ന മൂത്ത മകൻ്റെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. അവൻ പതുക്കെ അറിയാതെ ആ കാര്യം അവന് കൊടുത്തു. അമ്മ ഈ രംഗത്തിൽ മൂത്ത മകനോട് ചോദിച്ചു, മകനെ, അവൻ തട്ടിപ്പറിച്ചാൽ പോലും നിനക്ക് സ്നേഹത്തോടു കൂടി കൊടുക്കാൻ പറ്റും, കാരണം അവൻ നിന്റെ അനിയനാണ്. സ്നേഹം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ നമ്മൾ റീടേക്ക് ചെയ്യണം. ചില സംഭവങ്ങൾ റീടേക്ക് ചെയ്യണം. നമ്മൾ ഒരു ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഭർത്താവിനോട് സാധാരണയായിട്ട് നമ്മൾ പെരുമാറുന്ന ഒരു രീതി ഉണ്ടാവാം. നമ്മൾ ആദ്യം അദ്ദേഹം വന്ന പാടെ നമ്മൾ എന്ത് പറയും, ഈ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വീട്ടിലുള്ള ഇല്ലായ്മകൾ, അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ നമ്മളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം, ആ രീതികൾ ഒന്ന് റീടേക്ക് ചെയ്യണം. ഇന്ന് മുതൽ ഞാൻ കുറച്ചും കൂടി സ്നേഹത്തോടു കൂടി പറയും, പരിഭവങ്ങൾ പറയാതെ എൻ്റെ കുടുംബജീവിതത്തിൽ നന്മകളും സന്തോഷങ്ങളും സ്നേഹത്തോടു കൂടി പെരുമാറും എന്ന് പറയും. നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിലെ വാക്കുകളെയും പ്രവൃത്തികളെയും നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഒരു നല്ലൊരു സിനിമ എടുത്തു, അപ്പം എടുത്ത് കുറേ സീൻ, ചിലപ്പോൾ 2.5 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ആ സിനിമയുണ്ടാവും. എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന ആൾ സംവിധായകനോടൊപ്പം കൂടെ ഇരുന്നിട്ട് ആ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയും. ചില സന്ദർഭങ്ങളോട് നല്ല പാട്ടുകളൊക്കെ ആഡ് ചെയ്യും, ആ സന്ദർഭത്തെ മനോഹരമാക്കാൻ വേണ്ടി. സ്നേഹം പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിലും ചില സന്ദർഭങ്ങൾ മനോഹരമാക്കുവാൻ നമ്മൾ ചില കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ വാക്കുകളെ കുറച്ചുകൂടി നമ്മൾ സോഫ്റ്റൻ ചെയ്യണം. കുറച്ചും കൂടി നമ്മൾ എളിമയോടുകൂടി സ്നേഹത്തോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒരു കറി മനോഹരമാകുവാൻ വേണ്ടി അതിലേക്ക് കുറേ രുചിക്കൂട്ടുകൾ നമ്മൾ കൂട്ടുന്നത് പോലെ നമ്മുടെ വാക്കുകളിലേക്കും പ്രവൃത്തികളിലേക്കും ചില രുചിക്കൂട്ടുകൾ നമ്മൾ കൂട്ടണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എളിമയോടുകൂടി സംസാരിക്കുക എന്ന് പറയുക. എളിമയോടുകൂടി നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളിലെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പത്രോസ് ഈശോയെ തടഞ്ഞു നിർത്തി ഒരു കാര്യം പറഞ്ഞു, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞൊരു മറുപടിയുണ്ട്, പത്രോസേ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ചിന്തകളെ ഒരു പടി കൂടി ഉയർത്തുവാൻ വേണ്ടി നമ്മൾ ആദ്യം കണ്ട ഉദാഹരണത്തിൽ ആ കൊച്ചുങ്ങളുടെ ചിന്ത ഒരു പടി കൂടി ഉയർത്താൻ അമ്മ പരിശ്രമിച്ചു. കുറച്ചും കൂടി അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അതിലേക്ക് അമ്മ ആഡ് ചെയ്തു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ജീവിച്ച് നടന്ന ചില സംഭവങ്ങൾ നമ്മൾ ഒരേപോലെ പെരുമാറും. ആ സംഭവത്തിൽ അങ്ങനെ തന്നെ നമുക്ക് പെരുമാറാറ്. ചില ആളുകൾ പറഞ്ഞു കേട്ടില്ലേ, എനിക്കിങ്ങനെ പെരുമാറാൻ അറിയത്തുള്ളൂ, എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയും, ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറും, ഞാൻ പറഞ്ഞതാ. സ്നേഹം നിറഞ്ഞവരെ, ഈ വാക്കുകളിലൊക്കെ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. നമ്മുടെ വാക്കുകളിൽ ചില എഡിറ്റ് വർക്കുകൾ നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കുവാൻ വേണ്ടി, കുറച്ചും കൂടി അവരെ പരിരക്ഷിക്കുവാൻ വേണ്ടി, അവരോടൊരു സ്നേഹം കാണിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ മുറിപ്പെടുത്താതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷം പറഞ്ഞതുപോലെ കേൾവിക്കാർക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി പതുക്കെ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലായിരിക്കട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കട്ടെ, സ്കൂളുകളായിരിക്കട്ടെ, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുവാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ, ചില വാക്കുകൾ ടേക്കും റീടേക്കും നമ്മൾ ചെയ്യണം. എനിക്കിങ്ങനെ പെരുമാറാൻ അറിയത്തുള്ളൂ, എനിക്കിങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങൾ വിചാരിക്കുക ഒരു സംഭവം, ഒരു കാര്യത്തിൽ. അല്ല, എൻ്റെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ തന്നെ എനിക്കിങ്ങനെ പെരുമാറാൻ അറിയത്തുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും
പതുക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മനസ്സുകൊണ്ട് ആ സംഭവങ്ങളിലേക്ക് പതുക്കെ പോയി ആ സംഭവങ്ങളിൽ ഒരു സംവിധായകൻ നടനോട് പറയാണ്, ഒന്നും കൂടി എടുക്കാൻ പറ്റുമോ? ആ സംഭവത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോലെ നിങ്ങൾ സ്വയം ആ ഒരു സംഭവത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കുടുംബജീവിതവും എല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറയും. ഭർത്താവ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഭാര്യ മാപ്പ് ചോദിക്കേണ്ട അവസരങ്ങളിലൂടെ പോകും. സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നല്ല വാക്കുകളുടെയും പെരുമാറ്റങ്ങളുടെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കട്ടെ, പരുഷമായ വാക്ക് കോപം ഉളവാക്കി വിടുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളും ചില പ്രവൃത്തികളും ഉണ്ടാകുമ്പോൾ നമ്മുടെ വാക്കുകളെ സോഫ്റ്റൻ ചെയ്യാൻ, മൃദുലമായി സംസാരിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അത് നമ്മൾ പതുക്കെ പഠിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് എന്തും എങ്ങനെയും സംസാരിക്കാമെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഞാൻ അറിയുന്ന ഒരു സ്റ്റുഡൻറ്റ് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടി കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുവന്നു. അവർ സംസാരിച്ചപ്പോൾ അവർ പറയുന്നതാണ്, സ്കൂളിലുള്ള അധ്യാപകരോടും കുട്ടികളോടും നല്ല രീതിയല്ല ഇവർ പെരുമാറുന്നത്. അപ്പം ഞാൻ കുറച്ച് ഫാമിലി ഹിസ്റ്ററിയൊക്കെ എടുത്തു. അവിടെ ചെറുപ്പകാലങ്ങളെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവൾ ചെറുപ്പം മുതൽ ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരോട് എന്ത് സംസാരം. ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അതിന് മേലെ ചിരിച്ചു, പ്രോത്സാഹിപ്പിച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ വളരുന്ന ചില കുട്ടികൾ പറയുന്ന ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിന് യോജിച്ചതല്ലെങ്കിൽ പതുക്കെ ആരുമില്ലാത്ത സമയത്ത് സ്നേഹപൂർവ്വം അവരെ മാറ്റി നിർത്തി അവരെ കൊണ്ട് എങ്ങനെ സംസാരിക്കണമെന്ന് പതുക്കെ നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ പറയുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾ കണ്ടിട്ടാണ്, കേട്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ നോക്കിക്കേ, നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ നോക്കിക്കേ, നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറി നോക്കിക്കേ, നിങ്ങളുടെ മക്കളും അതുപോലെ നല്ല രീതിയിൽ പെരുമാറുവാനും പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല പെരുമാറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നല്ല സംസാര രീതികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു സംസാര രീതി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, വചനം പറയുന്നത് പോലെ നമ്മുടെ കൂടെയുള്ളവർക്ക് ഇമ്പമുള്ള രീതിയിൽ സംസാരിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്, എനിക്കിങ്ങനെ പെരുമാറാൻ അറിയുള്ളൂ, ഞാൻ പറഞ്ഞതാ, ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറും. പതുക്കെ അത് മാറ്റേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമുക്കെത്തി. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വാക്കുകളിലും പ്രവർത്തികളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് സ്നേഹത്തോട് സൗമ്യതയോടുകൂടി പെരുമാറുള്ള കൃപാവരം തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം. ഈശോ മിശിഹാ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ലൊരാഴ്ച എല്ലാവർക്കും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.